പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ടിപ്സുകളാണ്. അപ്പോൾ കാണാം കേട്ടോ. ആദ്യത്തെ ടിപ്പ് കാണാം. ഇതിപ്പോൾ നമ്മൾ ലൈറ്ററൊക്കെ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തുമ്പോഴേക്കും ലൈറ്റർ കേടായിപ്പോവും. അപ്പോൾ ലൈറ്ററിൻ്റെ ഉള്ളിൽ നിറച്ച് അഴുക്കുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് അത് കേടായി പോണത്. അത് കത്തായി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതുപോലെ സൂചി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് കുത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ പുറത്ത് തുരുമ്പുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ തുരുമ്പൊക്കെ പോയിക്കോളും. പിന്നെ ഇത് അറിയട്ടോ. ഊരാനായിട്ട് അറിവുള്ളവർ മാത്രം ഊരാ, അല്ലെങ്കിൽ എപ്പോൾ ഇടാൻ നമുക്ക് പറ്റില്ല. ഊരാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ തഴുക്കൊക്കെ കുത്തിക്കളയാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ സൂചി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഞാൻ ഇപ്പോൾ പഴയ ലൈറ്റർ ഉണ്ടായിട്ട് പുതിയത് വാങ്ങിച്ചിട്ടാണ് കത്താണ്ട്. പിന്നെയാണ് ഇങ്ങനെ ചെയ്തപ്പോഴാണ് പഴയ ലൈറ്ററും കത്തി തുടങ്ങി. ഇപ്പോൾ രണ്ടാമത്തെ ടിപ്പാണ്. നമ്മൾ ഈ ചീൻചട്ടിയൊക്കെ ഉണ്ടല്ലോ, നല്ല തുരുമ്പുണ്ടാവും കേട്ടോ. അപ്പോൾ തുരുമ്പ് കളയാനായിട്ട് ആദ്യം തേച്ച് ഉരച്ച് കളഞ്ഞിട്ട് അതിന് ശേഷം ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ ഏത് വെളിച്ചെണ്ണയാണോ ഓയിലാണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് പുരട്ടിയിട്ട് എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കാം. കണ്ടോ, എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുക. അതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു കവറിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പാറ്റ, പല്ലി, എട്ടുകാലിയൊക്കെ വന്ന് നക്കൂട്ടാ. കണ്ടോ, നല്ല ചൂടിട്ടാ. ചൂടുള്ള പാത്രത്തിലാണ് ഞാൻ തേക്കണത്. ഇങ്ങനെ ചെയ്താൽ തുരുമ്പ് ഒട്ടും വരില്ല. ചീൻചട്ടിമ പെട്ടെന്ന് തുരുമ്പ് പിടിക്കുന്ന സാധനമാണ് ഇരുമ്പിൻ്റെ സാധനങ്ങൾ. അപ്പോൾ അറിയാത്തവർ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് കാണാം കേട്ടോ. നമ്മളെപ്പോഴും പൂവട, ഞങ്ങളിവിടെ പൂവട എന്ന് പറയട്ടോ. അട ഉണ്ടാക്കാനും നമ്മളെ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും, കൈമ കൂട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് പൂവട അടിപൊളിയായിട്ട് ഉണ്ടാക്കട്ടോ. ഇതുപോലെ ഉരുട്ടിയിട്ട് ഇതുപോലെ ഒരു കവറുമ്മ കുറച്ച് എണ്ണ പരത്തി കൊടുക്കാം. അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കവർ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് കണ്ടോ, ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കാം. നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. കൈമ പറ്റി പിടിക്കില്ല. നമ്മളിപ്പോൾ കുഴയ്ക്കുമ്പോഴും പരത്തുമ്പോഴൊക്കെ നമ്മുടെ കൈമ പറ്റി പിടിക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. പലിയില്ലാത്തവർക്കും അട കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാം. കണ്ടോ, നൈസായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ശർക്കരയും നാളികേരവും കൂടി മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു അട ഉണ്ടാക്കൽ. അതുപോലെ തന്നെയാണ് കൊഴുക്കട്ട എന്ന് ഞങ്ങളവിടെ കോഴിക്കോട്ട എന്നൊക്കെ പറയട്ടോ. നമ്മുടെ ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ കവർ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ചിലർക്ക് ഇല ഉണ്ടാവില്ല. അപ്പം അട എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എല്ലാ ഭാഗത്താക്കിയിട്ട് ഈ കവർ കൊണ്ട് തന്നെ ഒന്ന് മടക്കി കൊടുക്കട്ടോ. അപ്പോൾ അറിയാത്തവർ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ പാത്രത്തിന് മൂടി കൊണ്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ നല്ല ഭംഗി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ അട പോലെ ഇരിക്കും. കണ്ടോ, അട കറക്റ്റായില്ലേ? ഇനിയിപ്പോൾ അത് പുഴുങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ നമ്മൾ കുഴി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ കൈ കൊണ്ടൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സോ വെച്ചിട്ട് ഒന്ന് കുഴിച്ച് കൊടുക്കുക നല്ലോണം. അതിന് ശേഷം അതിലേക്ക് ശർക്കരയും നാളികേരമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു കൊഴുക്കട്ട കൂട്ടാം. കൊഴുക്കട്ട ഉണ്ടാക്കാനും അട ഉണ്ടാക്കാനും നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതെല്ലാ ഭാഗത്തും മൂടി വെച്ചിട്ട് പുറത്തേക്ക് തള്ളി വരരുത്. ചിലപ്പോൾ വേവുമ്പോൾ ഇത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. വരാതിരിക്കാൻ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം അത് ഉരുട്ടണമെങ്കിൽ കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ നല്ല ഷേപ്പായിട്ട് നല്ല ബോൾ പോലെ കിട്ടും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. ഇതിപ്പോൾ മിക്കവർക്കും അറിയാം, എന്നാലും കുറച്ച് പേരുണ്ടല്ലോ അറിയാത്തവർ, അവർക്ക് വേണ്ടിയിട്ടാണ്. കേട്ടോ, നല്ല ബോളായിട്ടുണ്ട്. ഇനി അടുത്തത് വെളുത്തുള്ളിയിലത്തെ പോലെ ഉണ്ടാക്കുമല്ലോ, അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലെ തന്നെ ചെയ്യാം. അതിന് ചെറിയൊരു മൊന വയ്ക്കുക. ഇങ്ങനെ ഒരു വെളുത്തുള്ളിക്ക് ഒരു തുമ്പ് ഉണ്ടാവില്ല, അതുപോലെ വയ്ക്കുക. എന്നിട്ട് ടീസ്പൂൺ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെളുത്തുള്ളി രൂപമായി. അല്ലെങ്കിൽ സബോള വെളുത്തുള്ളി വയ്ക്കില്ല, അതുപോലത്തെ ആവും.
അച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ അച്ചിലൊക്കെ എടുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിട്ട് പോരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ഇതൊക്കെ ഇനി വേവിച്ച് എടുക്കാം കേട്ടോ. വെന്തിട്ടുണ്ട്, അടിപൊളിയായില്ലേ, സൂപ്പർ.